ജിൻഡോ റസ്മിന്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചായിട്ട് സോറിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അന്ന് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ പറഞ്ഞത് അത് അറിയാണ്ട് പറഞ്ഞതാണ്, അത് അറിയാണ്ട് വായിന്ന് വന്നു പോയതാണ്, ക്ഷമിക്കണട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സഹോദരൻ അപ്പൊ പറയുകയുണ്ടായി അത് കുഴപ്പമൊന്നുമില്ല, അത് അറിയാതെ വായിന്ന് വന്നാണെന്ന് അറിയാം, അത് സാരമൊന്നുമില്ല, അതൊന്നും ഗെയിം അല്ലേ, ഇനി ഗെയിം കളിക്കാൻ നന്നായിട്ട് അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉള്ളതാ, ഞാൻ പക്ഷെ അറിയാണ്ടങ്ങ് പറഞ്ഞു പോയി, അത് വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിന്റെ പാപ്പ പിന്നെ നോറേനെ വിളിച്ചിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഗെയിമിൻ്റെതായ രീതിയിൽ എടുക്കുക, ഗെയിം കഴിയുമ്പോൾ അത് വിട്ടേക്കുക എന്നൊക്കെയുള്ളത്. ജാസ്മിനും നോറയായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ, അപ്പൊ അത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഗെയിം കഴിയുമ്പോൾ അത് വിടാ, അതല്ലേ വേണ്ട അൻസിബ എന്നൊക്കെ ഉണ്ട്. അൻസിബോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഉപ്പയും ഉമ്മയൊക്കെ വന്നില്ല, അപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നോറ പറയുന്ന ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു, എന്നാലും ഉപ്പയ്ക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ജാസ്മിന് ഉപ്പ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മക്കൾ ഇപ്പൊ എന്ത് തെറ്റ് ചെയ്താലും ഉപ്പമാരും ഉമ്മമാരൊക്കെ ക്ഷമിക്കാണ്ടിരിക്കില്ല എന്നൊക്കെ ഉള്ളത്. സഹോദരൻ പിന്നെ റസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കൂടുതലാണ്, അപ്പൊ അത് കുറയ്ക്കാനുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിം നന്നായിട്ട് കളിക്കുന്ന ഈ ആദ്യത്തെ ആഴ്ചകളിൽ ഇതിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നീ ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ നേരത്തെ നിന്റെ നിലപാടൊക്കെ നന്നായിട്ട് തന്നെ സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റസ്മി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഞാൻ ഈ ആഴ്ച ഇമ്പ്രൂവ് ആയില്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റസ്മിനായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത്.